നമസ്കാരം. യൂത്തന്മാരുടെ തിളപ്പ് കണ്ടിട്ട് മന്ത്രി വീണ ജോർജ് അടിച്ച ഡയലോഗിന്റെ പേരാണ് ഹീറോയിസം. രാവിലെ മുതൽ ചാനൽ ക്യാമറകളെ എല്ലാം വിളിച്ചു വരുത്തിയിട്ട് അതിൻ്റെ മുന്നിൽ കിടന്ന് പട്ടി ഷോയാണ്. എന്തിനു വേണ്ടി? ചാനലിലൂടെ സെൽഫ് മാർക്കറ്റിങ്ങിന് വേണ്ടി. എന്നിട്ട് ചില പഞ്ച് ഡയലോഗുകൾ, അതായത് ആരോഗ്യമന്ത്രി എന്തോ വഴിയിലിറങ്ങി നടക്കില്ല എന്ന്. അതിനിന്നിപ്പോ ഒരു മറുപടി ആരോഗ്യമന്ത്രി തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ തീ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കണ്ടോളൂ. ഞാനിവിടെ ഉണ്ട്, ഇറങ്ങി നിന്ന് അതിനു വേണ്ടിട്ടാ ഇങ്ങോട്ട് വരാൻ വിളിക്കുന്നു. നിങ്ങൾ പറയണ്ടേ? നിങ്ങൾ വിനു മോഹൻ ഒന്ന് ഫോൺ ചെയ്ത് എന്നോട് പറയണ്ടേ ഇവരുടെ നിപ്പുണ്ടെന്ന്? ഞാൻ അന്നേരം ഇവിടെ വന്നേനെ കേട്ടോ. അതിലൊന്നും ഭയന്ന് ഓടുന്ന ആളല്ല. ഇവിടെ ഉണ്ട് ഞാൻ. ഇരവിപേര് പോവാണ്. അവിടെ YMA ലൈബ്രറിയുടെ പരിപാടിയാണ്. അതിനുശേഷം പത്തനംതിട്ട ടൗണിൽ കാണും. എങ്ങോട്ടും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അതായത് വിനുമോഹനൊന്ന് പറയണ്ടേ, ഇവരിവിടെ വന്നിട്ടുണ്ടെന്നൊന്ന് ഫോൺ ചെയ്ത് പറയണ്ടേ? ഞാൻ ഇങ്ങനെ വരത്തില്ലായിരുന്നോ? അവരും നിങ്ങളും കൂടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് അവര് വന്നിട്ട് അവര് പോയി കഴിഞ്ഞ് ഞാൻ വന്നു എന്ന് പറഞ്ഞത് ശരിയാണോ? നിങ്ങളോടല്ല അവര് പറഞ്ഞിട്ട് വരിക. അവര് ഫോൺ ചെയ്തിട്ടല്ലല്ലോ, എന്നെ ഫോൺ ചെയ്തിട്ടല്ലേ വരിക. ഒരു പോലീസ് സേനാവും വേണ്ട, പാർട്ടി പ്രവർത്തകര് അവിടെ ഉണ്ടാകും. അതില് ഒരു പ്രശ്നവും ഇല്ല. പിന്നെ യൂത്തന്മാരോട് നീയൊക്കെ എന്തൊരു പുളക്കണ? ഒരു സ്ത്രീയുടെ അടുത്ത് അവരുമായിട്ട് നേരിട്ട് ബന്ധമില്ല, മുമ്പ് നടന്നൊരു വിഷയത്തിൽ ഇപ്പോൾ അവർ കസേരയിൽ ഇരുന്നു പോയി. അപ്പൊ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അവരോട് വലിയ കലിപ്പുള്ളത് കൊണ്ട് അതിനെ ആർക്ക് ഉപയോഗപ്പെടുത്തണം? സെൽഫായിട്ട് ഉപയോഗപ്പെടുത്തണം. ഒരു സുരക്ഷയും അവർക്ക് കൊടുക്കാൻ പോകുന്നില്ല. അവർ ഒറ്റയ്ക്ക് കേരളത്തിന്റെ തെരുവീഥികളിലൂടെ നടക്കും. ഒരു തരി മണ്ണ് നീയൊക്കെ നുള്ളിയിടും. നമുക്ക് നോക്കാമല്ലോ. വീണ ജോർജ് ഒന്നും അങ്ങനെ വിരണ്ടു പോകുന്ന ആളല്ല. നേരത്തെ പത്തനംതിട്ടയിൽ തന്നെ യൂത്തന്മാർ സമരമായിട്ട് ചെന്നപ്പോൾ അതിന്റെ മുന്നിൽ ഇറങ്ങി നിന്നു കൊടുത്തു. എന്ത് ചെയ്യും? ഇന്നലെയൊക്കെ വലിയ ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. പഞ്ച് ഡയലോഗ് എന്നുള്ള നിലയ്ക്ക് ചില മാപ്രാ മുതലാളിമാർക്ക് പൈസ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവന്മാരെ PR പണിക്ക് വേണ്ടി എടുത്ത് ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ട് പേടിച്ചിരുന്നു പോകുന്നതാണ് കരുതുന്നത്. ഈ സമരവും അല്ലെങ്കിൽ പ്രതിഷേധവും ഒക്കെ ഈ ക്യാമറകൾക്ക് മുന്നിലല്ല, ഈ നാട്ടിലെ തെരുവീഥികൾ ചെയ്ത് അതിൻ്റെ മനക്കരുത്തിൽ വളർന്നവരാണ് ഇടതുപക്ഷക്കാർ. അവരുടെ മുന്നിൽ വന്നിട്ട് ഈ ജൂജൂബി ഡയലോഗോ അല്ലെങ്കിൽ നിന്റെ ഓലപ്പാമ്പെടുത്ത് കാണിച്ചാൽ അങ്ങ് ഭയന്നു പോകുന്നില്ല. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, അതിനകത്ത് നട്ടലിന് ഉറപ്പുള്ള ഏവനെങ്കി ഒരുത്തം ഉണ്ടെങ്കിൽ അവരുടെ ദേഹത്തൊന്ന് സ്പർശിച്ചു നോക്കിയേ. അപ്പോൾ അറിയാം എന്താണ് കേരളത്തിന്റെ ഇടതുപക്ഷ സ്ട്രെങ്ത് എന്നുള്ള കാര്യം. അതാരാണോ പിന്നീട് ബാക്കി പിന്നെ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അതുകൊണ്ടൊരു കാര്യം, തെരഞ്ഞെടുപ്പ് കാലമാണ്, കിട്ടിയ സുവർണാവസരമാണ്. തെരുവിൽ കിടന്നങ്ങ് പട്ടി ഷോ കാണിക്കുക, അതിലൂടെ പേരെടുക്കുക, അതൊക്കെ ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. പക്ഷേ ഒരു വ്യക്തിയെ അങ്ങ് ഭയപ്പെടുത്തി ഇല്ലാതാക്കി കളയാമെന്നോ അല്ലെങ്കിൽ ഇമാതിരി ചില മാധ്യമ സ്ഥാപനങ്ങൾ ഒപ്പമുണ്ടെന്ന് കരുതി അവർ ചില കവിത രചിച്ചാൽ അതോടുകൂടി തീർന്നില്ലാതായി പോകുമെന്നോ അല്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകുമെന്ന ഭയപ്പാടുണ്ടെന്നൊക്കെ കരുതുകയാണെങ്കിൽ പോയി പണി നോക്കണ എന്നാണ് തിരിച്ചു പറയാനുള്ളത്. 57-ൽ ഈ നാട്ടിൽ ആദ്യമായി ബാലറ്റിലൂടെ ലോകത്തെ തന്നെ ഒരു സർക്കാർ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അന്നൊന്നും ഒരു പ്രിവിലേജിന്റെ അടിസ്ഥാനത്തിൽ വളർന്നു വന്നവരല്ല. എല്ലാ കാലത്തും കസേരയിൽ അമർന്നിരിക്കാമെന്ന് കരുതുന്നവരുമല്ല. കസേര കിട്ടാത്തതിന്റെ പേരിൽ ഗതി കിട്ടാതെ അലയുന്ന കോൺഗ്രസ് പ്രേതങ്ങളെപ്പോലുമല്ല ഇടതുപക്ഷ നേതാക്കന്മാർ. നല്ല തണ്ടലുറപ്പുണ്ട്, നല്ല മനക്കരുത്തുമുണ്ട്. അത് സ്ത്രീയാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും. ക്യാമറകൾ 10 ദിവസം ഓഫായാത്തിയിരുന്ന കേശുക്കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ യൂത്തന്മാരെല്ലാം ഈ ക്യാമറകൾ ഓണായിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ മുന്നിൽ കിടന്ന് കാണിക്കുന്ന ഈ ഷോ കണ്ടിട്ട് കേരളത്തിലെ ഒരു സിസ്റ്റവും അങ്ങോട്ട് വിറച്ചു പോകുന്നില്ല. സിസ്റ്റമേ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ആരോഗ്യ മേഖല അല്ലെങ്കിൽ കേരളത്തിലെ ആരോഗ്യ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ പട്ടിക്ക് പ്രസവിക്കാനും പൂച്ചയ്ക്ക് കിടന്നുറങ്ങാനുമുള്ള സ്ഥലങ്ങളായിരുന്ന ഇടത്ത് ഇന്നിപ്പോൾ ജനങ്ങൾക്ക് വേണ്ട സംവിധാനങ്ങൾ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എവിടെ ചെന്ന് നോക്കിയാലും മാറ്റങ്ങൾ പ്രകടമാണ്. അതിൽ ഒരു ഭാഗം വീണ ജോർജിന്റെ കാലഘട്ടത്തിൽ നടന്നത് തന്നെയാണ്. അവർ പരിശ്രമിച്ചിട്ടുണ്ട്. ആ പരിശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് ആ പേര് ഉയർന്നു കേൾക്കുന്നത്. ആ പേര് ഉയർന്നു കേൾക്കുന്നതിൽ വല്ലാത്ത ചൊറിച്ചിൽ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരിക്കുന്നവന്മാർക്ക് ഉണ്ട് എന്നറിയാം. അത് ഉപയോഗപ്പെടുത്തി ഞങ്ങൾക്ക് കൂടി കുറച്ച് വെടക്കാക്കി എടുക്കാമെന്ന് കരുതുന്ന യൂത്തന്മാരെല്ലാം നിങ്ങൾ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. ആരോഗ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അവർ ഇത്രയും കാലം ചെയ്ത പ്രവർത്തനങ്ങൾ, അതിൽ മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ആ വീഴ്ച വരുത്തിയ മനുഷ്യർക്കെതിരെ എന്താണോ ചെയ്യാൻ പറ്റുന്ന നടപടി സ്വീകരിച്ചിട്ടുമുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ആരോഗ്യമന്ത്രിയായിട്ട് ആ കസേരയിൽ ഇരുന്നുകൊണ്ട് ഇനി ഈ നാട്ടിലെന്തോ അങ്ങ് ഞങ്ങൾ
ചെയ്തുകളെ എന്നൊക്കെ പറഞ്ഞാൽ ഈ നാടിൻ്റെ പേര് കേരളം എന്നാണ്. യൂത്തന്മാർ ആകെ 4, 3, 7 പേരാണ് ഉള്ളത്. ആ 7 പേര് വെച്ച് അങ്ങ് കുലുക്കി തകർത്താൽ സകലതും തകർന്നു പോകുമെന്നൊന്നും കരുതരുത്. ഡയലോഗ് അടിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്, അല്ലെങ്കിൽ ഷോ ഓഫ് കാണിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതിനപ്പുറത്തേക്ക് ധൈര്യമുള്ളവർ ഒന്ന് തൊട്ടു നോക്കൂ. പിന്നെ കാണാം എന്താണ് കേരളത്തിൻ്റെ ഇടതുപക്ഷം എന്നുള്ളത്.